ഗുഡ് മോർണിംഗ്. പവർ വിഷനിൽ നിന്ന് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം. രാവിലെ തന്നെ ബൈബിൾ തുറന്ന് ഒരു വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം. ഒരു ചെറിയ വാക്യം, 18-ാം സങ്കീർത്തനത്തിൻ്റെ 27-ാമത്തെ വാക്യം. എളിയ ജനത്തെ അവിടുന്ന് രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ അവിടുന്ന് താഴ്ത്തും. യു സേവ് ദോസ് ആർ നോട്ട് പ്രൗഡ്, ബട്ട് യു ബ്രിങ് ഡൗൺ ദോസ് ഹൂ ഐസ് ആർ പ്രൗഡ്. വിനയാന്വിതരെ അവിടുന്ന് രക്ഷിക്കുന്നു, എന്നാൽ അഹന്ത നിറഞ്ഞ കണ്ണുള്ളവരെ അവിടുന്ന് അപമാനിക്കുന്നു. ആ തർജ്ജിമ ആധാരമാക്കിയാണ് ഞാൻ ചിന്തിച്ചത്, ധ്യാനിച്ചത്. അഹന്ത നിറഞ്ഞ കണ്ണുള്ളവരെ, അഹങ്കാരം മനസ്സ് നിറഞ്ഞ് കണ്ണിലൂടെയും വായിലൂടെയും പുറത്തേക്ക് ഒഴുകുന്ന മനുഷ്യരെ ദൈവം അപമാനിക്കുമെന്ന്, അടിക്കുമെന്നല്ല, അപമാനിക്കുമെന്ന്. എന്നാൽ എളിയ ജനത്തെ രക്ഷിക്കും, വിനയാന്വിതരെ അവിടുന്ന് രക്ഷിക്കും. അഹന്ത നിറഞ്ഞ സ്വഭാവമുള്ളവരെ മഹാദൈവം അപമാനിച്ച സന്ദർഭങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. അതിലൊന്നാണ് എസ്തേറിൻ്റെ പുസ്തകത്തിലെ ഹാമാൻ. ഹാമാൻ അന്നത്തെ ചക്രവർത്തിയുടെ പേഴ്സണൽ സെക്രട്ടറി പോലെയുള്ള പോസ്റ്റായിരുന്നു. ചക്രവർത്തിയെ ഇങ്ങനെ താങ്ങി താങ്ങി നടക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന കാരണം ജനങ്ങൾ മുഴുവൻ ഇയാളെ കാണുമ്പോഴേക്കും ആദ്യം കൈകുപ്പും, പിന്നെ മുട്ടുകുത്തും, പിന്നെ തറയിലോട്ട് വീഴും. ഇത് കണ്ട് ഇയാൾ ഇങ്ങനെ ഗമച്ച് ഗമച്ച് പോവുക. അങ്ങനെയുള്ളൊരു ചെറിയ മോശ സ്വഭാവം നമ്മുടെ ഹാമാനുണ്ടായിരുന്നു. രാജാവിനെ ബഹുമാനിക്കാം, പക്ഷെ രാജാവിൻ്റെ എന്താ പറയുക, തോർത്തിനെ ഒക്കെ ബഹുമാനിക്കാൻ പറ്റുമോ? ചെരുപ്പിനെയൊക്കെ ബഹുമാനിക്കാൻ പറ്റുമോ? പുള്ളി വളർത്തുന്ന പൂച്ചക്കുട്ടിയെ നമുക്ക് സല്യൂട്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെ വേണമെന്ന് ആശിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ കേൾക്കണേ, ഹാമാൻ ഇങ്ങനെ പുറകെ വരുമ്പം ഈ പാവങ്ങളൊക്കെ അങ്ങ് വീഴും. കാരണം വല്ല കാര്യമൊക്കെ നടത്തിയെടുക്കണ്ടേ. അല്ലെ, ഇവൻ വിചാരിച്ചാലും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇവനെ അങ്ങ് റെസ്പെക്റ്റ് ചെയ്യും. അത് മനസ്സുകൊണ്ടൊന്നും അല്ല, നിവൃത്തികേട് കൊണ്ടാണ്. എന്നാൽ യഥാർത്ഥമായ ദൈവത്തെ നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ആ നാട്ടിലുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ പേര് മൊർദെഖായി എന്നാണ്. അദ്ദേഹം ഇങ്ങനെ രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ ഇവനെ കാണും. ഹായ്, ഹലോ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെയുള്ള ബന്ധമാണ് അതിനകത്ത്. പക്ഷെ അതുപോലെ ഇയാൾ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞ്, ഒരുത്തൻ മാത്രം എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, അവൻ യഹൂദനല്ലേ, അവൻ അങ്ങനെയൊന്നും കുനിഞ്ഞു കൊടുക്കത്തില്ല, അല്ല പിന്നെ അവന് നല്ല പണി കൊടുക്കണം. അങ്ങനെ ഈ പുള്ളിക്കാരൻ വീട്ടിൽ ഇരുന്ന് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാനൊരു ഐഡിയ പറയാം. നമുക്ക് പാർലമെൻറ്റിലൊരു നിയമം കൊണ്ടുവരാനായിട്ട് രാജാവിനോട് പറഞ്ഞിട്ട് ഇവനെ, ഇവൻ്റെ വംശത്തെ മുഴുവൻ ഇവിടുന്ന് തുരത്തി ഓടിക്കാം. ഒരു ഈഗോ ക്രാഷ് ഒരു രാഷ്ട്രത്തെ മുഴുവൻ നശിപ്പിക്കുന്ന നിലയിലേക്ക് വളരുന്നുണ്ടോ? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വഴക്ക് ഒരു സഭയെ തകർത്ത ചരിത്രങ്ങൾ ഒത്തിരിയുണ്ട്. ഈ പ്രശ്നം ഇങ്ങനെ വളർന്നു നിൽക്കുമ്പോൾ ദൈവം മൊർദെഖായിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ദൈവജനം പ്രാർത്ഥിച്ചു. ഹാമാനെ പരസ്യമായി ദൈവം അപമാനിച്ചു. എസ്തേറിൻ്റെ പുസ്തകം വായിച്ചാൽ ഈ കഥ കാണാം. അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പറയട്ടെ, വിനയം അല്പം നല്ലതാണ്. അവരെ ദൈവം കൈവിടുകയില്ല. നെകളും അഹങ്കാരവും
ദൈവം നോട്ട് ചെയ്യും, പണി കിട്ടും. ഗോഡ് ബ്ലസ് യു.